ഒരു ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അതെ, നിലവിൽ എവിടെ എത്തി? കടയ്ക്കലെത്തി. വർക്കലയിൽ നിന്ന് കടയ്ക്കലെത്തി. ഇതുവരെ നല്ല ചായ സ്പോട്ട് കിട്ടിയിട്ടില്ല. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ചായ കുടിക്കണമെന്ന മോഹവുമായി വന്ന് എത്തിപ്പെട്ടത് ഒരു സിംഹത്തിന്റെ കൂടെ. ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് ഇറങ്ങി. കിട്ടില്ല, ഒരു തേങ്ങയും കിട്ടില്ല. ഏകദേശം കുളത്തുപുഴത്താറായി. ഇനി തെന്മലയിനടുത്ത് ഒരു ലൊക്കേഷൻ ചായക്കടയുണ്ട്. അവിടെ ജംഗ്ഷനിലൊരു ചേച്ചിയുടെ ചായക്കടയുണ്ട്. ചായയും പരിപ്പോടയും കഴിക്കാനുള്ള പോക്കാണ്. പഴംപൊരി എനിക്ക് പരിപ്പോട നല്ലൊരു വൈബാണ്, ഒന്നും പറയാനില്ല. തെന്മലയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 2-3 കിലോമീറ്റർ. ഡാമും അടച്ചു, ചായക്കടകളും അടച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ ഇല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യങ്കാവാണ് അടുത്ത ലക്ഷ്യം. അതെ. രാത്രി വരുമ്പോൾ ചായ കുടിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ ഇവിടെ, റൈറ്റ് സൈഡ്. ഓപ്പൺ ആണോ? അങ്ങനെ തെന്മല ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഡാം കഴിഞ്ഞ് ജംഗ്ഷനിലെത്തി. ഒരു ചായക്ക് വേണ്ടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഉദ്ദേശിച്ച കടയിൽ വേണ്ട സാധന സാമഗ്രികൾ ഇല്ലാത്തതിനാൽ അവിടെ കയറിയില്ല. നേരെ ആര്യങ്കാവ് പിടിക്കാനുള്ള പ്ലാനിലാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു പാലമാണ്, റെയിൽവേ പാലമാണ്. കൊല്ലം ചെങ്കോട്ട പാതയിലുള്ള 13 കണ്ണറപ്പാലം. വാവ്, സൂപ്പർ. ഇടത് ഭാഗത്ത് പാലം, വലത് ഭാഗത്ത് പുഴ, അടുക്കൂടി റോഡ്. റോഡിനുള്ളിൽ കാറിനുള്ളിൽ നമ്മൾ. അങ്ങനെ ഫൈനലി വി ഫൗണ്ട് ദി ടീ ഷോപ്പ്. സ്ഥലം ഏതായിരുന്നു? ആര്യങ്കാവിന് ഇനി എത്ര? 7 കിലോമീറ്റർ. കഴുത്തുരുട്ടി ഉള്ള സ്ഥലം തന്നെ കന്നഡ സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ. കഴുത്തുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചായക്കട കിട്ടിയിരിക്കുന്നു. ചായ കുടിച്ചിട്ട് ബാക്ക് ടു ഹോം. ഓക്കെ, ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ചായക്കട. വാവ്, നല്ല അടിപൊളി ചൂട് പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട്. എന്താകുമെന്ന് നോക്കാം. അങ്ങനെ അവസാനം നമ്മൾ കടയിലെത്തിരിക്കുകയാണ്. നല്ല ചൂട് ബജ്ജി നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അങ്ങനെ ചായ സ്പോട്ട് കിട്ടി. വാവ്, അങ്ങനെ ചായയും കുടിച്ച് ബജിയും കഴിച്ച് തിരിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പം ശരി, എന്നാ ബൈ.